പ്രധാനോ ലോകഃ. ശ്രമപ്രധാനമാണ് ലോകം. കഥയുടെ പേര് ശ്രമപ്രധാനോ ലോകഃ. കഥാഃ ഉത്തമഗുണാനാം ഉദ്ബോധികാഃ ഭവന്തി. കഥാഃ കഥകൾ, കഥാഃ കഥകൾ, ഉത്തമഗുണാനാം നല്ല ഗുണങ്ങളെ, ഉദ്ബോധികാഃ ഭവന്തി നല്ല ഗുണങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നതാണ് കഥകൾ. കഥാഃ ഉത്തമഗുണാനാം ഉദ്ബോധികാഃ ഭവന്തി. കഥകൾ ഉത്തമ ഗുണങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. സംസ്കൃത സാഹിത്യെ കഥാനാം മഹാൻ സഞ്ചയഃ വർത്തതേ. സംസ്കൃത സാഹിത്യത്തിൽ കഥാനാം കഥകളുടെ മഹാൻ സഞ്ചയഃ വർത്തതേ വലിയ ഒരു സഞ്ചയം കൂട്ടം, വലിയ ഒരു സഞ്ചയം, ഒരു കൂട്ടം തന്നെയുണ്ട്. സംസ്കൃത സാഹിത്യത്തിൽ കഥകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ട്. അനായാസേന തദന്തർഗതാഃ ഗുണപാഠാഃ മനസി പ്രവിശന്തി താദൃശീം കാചിത് കഥാം പഠാമഃ. അനായാസേന പ്രയാസം കൂടാതെ, അനായാസേന പ്രയാസം കൂടാതെ, തദന്തർഗതാഃ അതിൽ അന്തർഗതമായിരിക്കുന്ന, അടങ്ങിയിരിക്കുന്ന, കഥയിൽ അടങ്ങിയിരിക്കുന്ന ഗുണപാഠാഃ ഗുണപാഠങ്ങൾ മനസ്സി പ്രവിശന്തി. അപ്പോ നമ്മളൊരു കഥ പഠിക്കുമ്പോൾ കഥയിലെ ഗുണപാഠങ്ങൾ അനായാസമായി, യാതൊരു പ്രയാസവും കൂടാതെ ആ കഥയിലെ ഗുണപാഠങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളുടെ മനസ്സിൽ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കഥയുടെ ഗുണപാഠങ്ങൾ പ്രവേശിക്കാറുണ്ട്. അനായാസേന തദന്തർഗതാഃ ഗുണപാഠാഃ മനസ്സി പ്രവിശന്തി. താദൃശീം അങ്ങനെയുള്ള കാചിത് കഥാം പഠാമഃ അങ്ങനെയുള്ള ഒരു കഥ നമുക്ക് പഠിക്കാം. എന്നാൽ നമുക്കൊരു കഥ പഠിച്ചാലോ? അതാണ് ശ്രമപ്രധാനോ ലോകഃ. ശ്രമപ്രധാനോ ലോകഃ. നോക്കൂ, പാടലീപുത്ര നാമകേ നഗരേ വിദ്യാധരോ നാമ പണ്ഡിതഃ വസതി സ്മ. പാടലീപുത്രം എന്ന നഗരത്തിൽ വിദ്യാധരൻ എന്നു പേരായ ഒരു പണ്ഡിതൻ വസതി സ്മ താമസിച്ചിരുന്നു. കഹ വസതി സ്മ ആരാണ് താമസിച്ചിരുന്നത്? വിദ്യാധരോ നാമ പണ്ഡിതഃ. കഹ വിദ്യാധരോ നാമ പണ്ഡിതഃ. വിദ്യാധരോ നാമ പണ്ഡിതഃ കുത്ര വസതി സ്മ അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? പാടലീപുത്ര നാമകേ നഗരേ. പാടലീപുത്ര നാമകേ നഗരേ വിദ്യാധരോ നാമ പണ്ഡിതഃ വസതി സ്മ. പാടലീപുത്രം എന്ന നഗരത്തിൽ വിദ്യാധരൻ എന്നു പേരുള്ള ഒരു പണ്ഡിതൻ വസിച്ചിരുന്നു. അപ്പോ പാടലീപുത്ര നാമക നഗരേ കഹ വസതി സ്മ വിദ്യാധരോ നാമ പണ്ഡിതഃ. വിദ്യാധരോ നാമ പണ്ഡിതഃ കുത്ര വസതി സ്മ പാടലീപുത്ര നാമകേ നഗരേ. തസ്യ അനേകേ ശിഷ്യാഃ ആസൻ. തസ്യ അദ്ദേഹത്തിന് അനേകേ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. തസ്യ അനേകേ ശിഷ്യാഃ ആസൻ. തേഷു അവരിൽ ദ്വയോഹോ മധ്യേ ഏകദാ കഹ ഗുരോഹോ പ്രിയതരഃ ഇതി ചർച്ച പ്രവൃത്ത.
തേഷു അവരിൽ ദ്വയോഹോ മധ്യേ രണ്ടു പേർക്കിടയിൽ ദ്വയോഹോ മധ്യേ രണ്ടു പേർക്കിടയിൽ ഏകദ ഏകദ ഒരിക്കൽ തേഷു ദ്വയോഹോ മധ്യേ ഏകദ കഹ ഗുരോഹോ പ്രിയതരഹ കഹ ആരാണ് ഗുരുവിന് പ്രിയതരമായിട്ടുള്ളത് ആരാണ് ഗുരുവിനേറെ പ്രിയതരമായിട്ടുള്ളത് എന്ന ചർച്ചാ പ്രവൃത്ത ഒരു ചർച്ച നടന്നു. കിം ചർച്ചാ പ്രവൃത്ത എന്ത് ചർച്ചയാണ് നടന്നത്? കഹ ഗുരോഹോ പ്രിയതരഹ കിം ചർച്ച കഹ ഗുരോഹോ പ്രിയതരഹ ആരൊക്കെ തമ്മിലാണ്? ദ്വയോഹോ ശിഷ്യൈഹി ശിഷ്യന്മാരിൽ ദ്വയോഹോ മധ്യേ തേഷു തേഷു അവരിൽ ആരിൽ? ശിഷ്യാഹ ആ ശിഷ്യന്മാരിൽ ദ്വയോഹോ മധ്യേ ഏകദ ഒരിക്കൽ കഹ ഗുരോഹോ പ്രിയതരഹ ആരാണ് ഗുരുവിന് പ്രിയതരം എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നു. വിഷയമിമം ജ്ഞാത്വാ ആചാര്യഃ തൗ പരീക്ഷിതുമിച്ഛൻ. വിഷയമിമം ഇമം വിഷയം ഈ വിഷയം ജ്ഞാത്വാ ജ്ഞാത്വാ അറിഞ്ഞിട്ട് ഇമം വിഷയം ഈ വിഷയം ജ്ഞാത്വാ അറിഞ്ഞിട്ട് കിം വിഷയം രണ്ട് ശിഷ്യന്മാർ തമ്മിലെ കഹ ഗുരോഹോ പ്രിയതരഹ ഇത് വിഷയത്തിൽ ചർച്ച നടന്നു എന്നറിഞ്ഞിട്ട് ആചാര്യഃ തൗ പരീക്ഷിതും ഇച്ഛൻ രണ്ടുപേരെയും സഹ തൗ രണ്ടുപേർ സഹ അവൻ തൗ അവർ രണ്ടുപേർ തേ അവർ അനേകം പേർ അപ്പൊ തൗ അവർ രണ്ടുപേരെ പരീക്ഷിതും ഇച്ഛൻ പരീക്ഷിക്കാൻ ഇച്ഛൻ ആഗ്രഹിച്ചു പരീക്ഷിതും ഇച്ഛൻ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. കഹ പരീക്ഷിതും ഇച്ഛൻ ദൗ ശിഷ്യൗ രണ്ട് ശിഷ്യന്മാരെ കഹ ആരാണ് പരീക്ഷിക്കാൻ ചെയ്തത്? ഗുരുഹു വിദ്യാധരോ നാമ പണ്ഡിതഃ വിഷയമിമം ജ്ഞാത്വാ കാര്യം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് ജ്ഞാത്വാ അറിഞ്ഞിട്ട് ആചാര്യഃ വിദ്യാധരഃ നാമ പണ്ഡിതഃ ആചാര്യഃ തൗ പരീക്ഷിതുമിച്ഛൻ അവരെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഉഭാഭ്യാം മുഷ്ടിപരിമിതാൻ ചണകാൻ ദത്വാ നിരദിശത് ഉപാഭ്യാം രണ്ടു പേർക്കും മുഷ്ടിപരിമിതാൻ ഒരു പിടി ചണകാൻ കടല ദത്വാ കൊടുത്തിട്ട് ഉപാഭ്യാം രണ്ടു പേർക്കും മുഷ്ടിപരിമിതാൻ ചണകാൻ ദത്വാ ഒരു പിടി കടല കൊടുത്തിട്ട് നിരദിശത് അവരോട് ഇങ്ങനെ പറഞ്ഞു. നിരദിശത് എന്താണ് പറഞ്ഞത്? വിദ്യാധരൻ പണ്ഡിതൻ എന്ത് പറയുന്നു നോക്കൂ. ഗുരു വത്സൗ യേശാം ഉത്തമം ഉപയോഗം കുരുതം ഇത് യേശാം നിങ്ങൾ ഉത്തമം ഉപയോഗം കുരുതാം നിങ്ങൾക്കിത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം. അപ്പൊ ഒരു പിടി കടല കൊടുത്തിട്ട് പറഞ്ഞു വത്സൗ അല്ലയോ മക്കളെ നിങ്ങൾക്ക് ശിഷ്യന്മാരെ നിങ്ങൾക്ക് യേശാം ഇതിനെ ഉത്തമം വേണ്ട വിധത്തിൽ ഉത്തമമായ രീതിയിൽ ഉപയോഗം കുരുതാം എന്താണ് ഉപയോഗിക്കാം. ദിത്രാണി വർഷാണി അതീതാനി ദിത്രാണി എന്ന് വെച്ചാൽ 2 3 ദിത്രാണി വർഷാണി അതീതാനി 2-3 വർഷങ്ങൾ കടന്നുപോയി. ഓരോ പിടി കടല കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. 2-3 വർഷങ്ങൾ ദിത്രാണി വർഷാണി അതീതാനി 2-3 വർഷങ്ങൾ കടന്നുപോയി. ഏകദാ ആചാര്യഃ പ്രഥമ ശിഷ്യസ്യ ഗൃഹം പ്രാപ്യ തം അപൃച്ഛത്. ഏകദാ ഒരിക്കൽ ആചാര്യഃ ആചാര്യൻ പ്രഥമ ശിഷ്യസ്യ ഗൃഹം പ്രാപ്യ
ആദ്യ ശിഷ്യന്റെ ഗൃഹത്തെ പ്രാപ്യ ചെന്നിട്ട് തം അപൃച്ഛത്. ശിഷ്യനോട് ചോദിച്ചു. ഏകദാ ആചാര്യഃ പ്രഥമ ശിഷ്യസ്യ ഗൃഹം പ്രാപ്യ തം അപൃച്ഛത്. ഒരിക്കൽ ആചാര്യൻ, ഇപ്പം ദിത്രാണി വർഷാണി അതീതാനി, 2-3 വർഷങ്ങൾ കഴിഞ്ഞു. ഏകദാ ആചാര്യഃ പ്രഥമ ശിഷ്യസ്യ ഗൃഹം പ്രാപ്യ, ആദ്യ ശിഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അപൃച്ഛത് ചോദിച്ചു. വത്സ ചണകാനാം ഉപയോഗം കഥം കൃതവാൻ. വത്സ, അല്ലയോ വത്സ, ചണകാനാം ഉപയോഗം, ഈ കടലയുടെ ഉപയോഗം കഥം കൃതവാൻ, എങ്ങനെ ഉപയോഗിച്ചു? ഈ തന്ന കടല നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു? താൻ എങ്ങനെയാണ് അത് ഉപയോഗിച്ചത്? വത്സ ചണകാനാം ഉപയോഗം കഥം, എങ്ങനെ, കൃതവാൻ, എങ്ങനെ ഉപയോഗിച്ചു? ശിഷ്യഃ ഗുരും സ്വസ്യ പൂജാപ്രകോഷ്ഠം നീത്വാ അവദത്. ശിഷ്യഃ, ശിഷ്യൻ, ആ ഗുരുവിനെ സ്വസ്യ പൂജാപ്രകോഷ്ഠം, തൻ്റെ പൂജാമുറിയിലേക്ക് നീത്വാ കൊണ്ടുപോയിട്ട് അവദത് പറഞ്ഞു. ശിഷ്യഃ ഗുരും സ്വസ്യ പൂജാപ്രകോഷ്ഠം നീത്വാ അവദത്. ശിഷ്യനാകട്ടെ ആ ഗുരുവിനെ തൻ്റെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവദത്, ആനയിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവദത് പറഞ്ഞു. പൂജാപ്രകോഷ്ഠം, പൂജാമുറി, പ്രകോഷ്ഠം മുറി, മുറിയിലേക്ക് ആനയിച്ചിട്ട് അവദത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗുരു ഭവതാ ദത്താൻ ചണകാൻ നിത്യമഹം സാദരം പൂജയാമി. ഗുരു, അല്ലയോ ഗുരു, ഭവതാ ദത്താൻ, അങ്ങയാൽ നൽകപ്പെട്ട ചണകാൻ, ആ കടലയെ, നിത്യമഹം, നിത്യം അഹം, ഞാൻ നിത്യവും, അഹം നിത്യം, ഞാൻ ദിവസവും, സാദരം പൂജയാമി, ഞാൻ ദിവസവും സാദരം ആദരവോടുകൂടി പൂജിക്കുന്നുണ്ട്. ഗുരു ഭവതാ ദത്താൻ ചണകാൻ, അങ്ങ് തന്ന ഈ ചണകത്തെ, ഈ കടലയെ ഞാൻ നിത്യവും സാദരം ആദരവോടുകൂടി പൂജിക്കുന്നു. ഗുരോഹോ ഭവതാ ദത്താൻ ചണകാൻ നിത്യമഹം സാദരം പൂജയാമി. പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ ദൃഷ്ട്വാ ആചാര്യസ്യ നേത്രേഭ്യാം അശ്രുണീ നിർഗതാനി യതഃ തേ ജീർണാഃ ആസൻ. പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ, ആ പൂജാമുറിയിൽ സ്ഥാപിച്ചിരുന്ന, പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ, ആ പൂജാമുറിയിൽ വച്ചിരുന്ന ആ ചണകാൻ, കടലയെ, ദൃഷ്ട്വാ, ദൃഷ്ട്വാ കണ്ടിട്ട്, പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ ദൃഷ്ട്വാ ആചാര്യസ്യ നേത്രാഭ്യാം, ആചാര്യന്റെ കണ്ണുകളിൽ നിന്നും, ആചാര്യസ്യ നേത്രാഭ്യാം അശ്രുണീ നിർഗതാനി, ആ ആചാര്യന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ആ പൂജാമുറിയിൽ വച്ചിരിക്കുന്ന ആ കടലയെ കണ്ടപ്പോൾ ആചാര്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തുകൊണ്ട്? യതഃ തേ ജീർണാഃ ആസൻ, എന്താണ് ആ ഗുരുവിനെ, ആചാര്യനെ സങ്കടം വരാനുള്ള കാരണം? അത് ജീർണിച്ചിരിക്കുന്നു, ചുക്കി ചുളിഞ്ഞു പോയിരിക്കുന്നു. 2 വർഷമൊക്കെ കുറച്ച് കടല ഇങ്ങനെ സൂക്ഷിച്ച് പൂജിച്ച് ഒരു മുറിക്കകത്ത് വച്ചിരുന്നാൽ അത് ജീർണിച്ച് ചുക്കി ചുളിഞ്ഞു പോവില്ലേ? ആ നശിച്ചു പോയ കടലയെ കണ്ടപ്പോൾ ആചാര്യന് സങ്കടം വന്നു. പൂജാപ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ ദൃഷ്ട്വാ ആചാര്യസ്യ നേത്രാഭ്യാം അശ്രുണീ നിർഗതാനി യതഃ തേ ജീർണാഃ ആസൻ. ആചാര്യഃ തതഃ ദ്വിതീയസ്യ ശിഷ്യസ്യ ഗൃഹം അഗച്ഛത്.
ആചാര്യഃ ആചാര്യൻ, തതഃ അനന്തരം അനുശേഷം, ദ്വിതീയസ്യ ശിഷ്യസ്യ രണ്ടാമത്തെ ശിഷ്യന്റെ ഗൃഹം അകച്ചത്. രണ്ടാമത്തെ ശിഷ്യന്റെ വീട്ടിൽ ചെന്നു ആചാര്യൻ. അതിനുശേഷം രണ്ടാമത്തെ ശിഷ്യന്റെ വീട്ടിലേക്കു ചെന്നു. ചണകാൻ ഉപയോഗവിധം അപൃച്ഛത് ച ശിഷ്യസ്തു. ചണകാൻ ഉപയോഗവിധം അപൃച്ഛത് ചോദിച്ചു. ചണകം എങ്ങനെ നീ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു. ശിഷ്യസ്തു ശിഷ്യനാകട്ടെ, ഗുരോ തേഷാം ചണകാനാം വപനേന പ്രഭൂതം ധാന്യമഹം പ്രാപ്തവാൻ. അപ്പോ ആ ശിഷ്യൻ പറഞ്ഞു, ഗുരോ തേഷാം ചണകാനാം വപനേന, അങ്ങയുടെ ആ കടല വിതച്ച് പ്രഭൂതം ധാന്യമഹം പ്രാപ്തവാൻ, ഞാൻ ധാരാളം, പ്രഭൂതം ധാരാളം, ധാന്യം അഹം പ്രഭൂതം ധാന്യം പ്രാപ്തവാൻ, ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടാക്കി. അല്ലയോ ഗുരു, താങ്കൾ തന്ന ആ ചണകാൻ, ആ കടല ഉപയോഗിച്ച്, ആ കടല അതിനെ വിതച്ച് ഞാൻ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാക്കി. ഗുരു തേഷാം ചണകാനാം വപനേന പ്രഭൂതം ധാന്യമഹം പ്രാപ്തവാൻ. ഇതി വദൻ ആചാര്യം ഗൃഹാത് ബഹിഃ നീത്വാ സ്വസ്യ വിശാലം ക്ഷേത്രം അദർശ്യത്. ഇതി വദൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആചാര്യം ഗൃഹാത് ബഹിഃ നീത്വാ വീട്ടിന് പുറത്ത് കൊണ്ടുപോയി. മറ്റേ ആദ്യത്തെ ശിഷ്യനാണെങ്കിൽ പൂജാപ്രകോഷ്ഠം നീത്വാ പൂജാമുറിയിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ ആചാര്യം ഗൃഹാത് ബഹിഃ വീട്ടിന് പുറത്ത് കൊണ്ടുപോയി നീത്വാ അനയിച്ചിട്ട് സ്വസ്യ വിശാലം ക്ഷേത്രം അദർശ്യത് തൻ്റെ വിശാലമായ ആ ക്ഷേത്രം അദർശയത് കാണിച്ചു കൊടുത്തു. ആ തൻ്റെ ആ കടല പിന്നീട് വിതച്ച് ധാന്യമുണ്ടാക്കുന്ന തൻ്റെ വിശാലമായ ആ പിന്നീട് കൃഷിസ്ഥലം കാണിച്ചു കൊടുത്തു. ഇതി വദൻ ആചാര്യം ഗൃഹാത് ബഹിഃ നീത്വാ സ്വസ്യ വിശാലം ക്ഷേത്രം അദർശയത്. യഥാ ആചാര്യഃ ധാന്യസമൃദ്ധം ക്ഷേത്രം അപശ്യത് തദാ സ്വസ്യ നേത്രേ അശ്രുണി അമുഞ്ച്യത. യഥാ ആചാര്യം, അപ്പോൾ ഈ ആചാര്യനാകട്ടെ ധാന്യസമൃദ്ധമായ ആ ക്ഷേത്രം അപശ്യത് കണ്ടിട്ട്, യഥാ ആചാര്യഃ ധാന്യസമൃദ്ധം ക്ഷേത്രം അപശ്യത് ആ ധാന്യസമൃദ്ധമായ ആ ക്ഷേത്രം കൃഷിസ്ഥലം അപശ്യത് കണ്ടിട്ട്, തഥാ അപ്പോൾ തസ്യ നേത്രേ അശ്രുണി അമുഞ്ച്യത തൻ്റെ നേത്രേ കണ്ണുകളിൽ കൂടി കണ്ണുനീർ അശ്രുണി അമുഞ്ച്യത തൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഇവിടെ എന്തുകൊണ്ടാണ് കണ്ണുനീരൊഴുകിയത്? സന്തോഷം കൊണ്ട് അല്ലെ? നമുക്ക് രണ്ട് രീതിയിൽ വരും അല്ലെ? നമുക്ക് ഏറെ സങ്കടം വരുമ്പോഴും ഏറെ സന്തോഷം വരുമ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്, കണ്ണുനീരൊഴുകാറുണ്ട്. ആദ്യ ശിഷ്യന്റെ വീട്ടിൽ പോയപ്പോൾ താൻ കൊടുത്ത ആ കടലവിത്ത് ഇങ്ങനെ ശുഷ്കമായി ഒന്നിനും കൊള്ളാതായിപ്പോയല്ലോ എന്ന് ആ ഗുരുവിന് സങ്കടം വന്നു എങ്കിൽ, ഇവിടെ താൻ കൊടുത്ത ആ ധാന്യം കൊണ്ട് ധാരാളം സമ്പാദിച്ചു തൻ്റെ ശിഷ്യൻ എന്ന് തൻ്റെ ശിഷ്യൻ വിവേകപൂർവം പ്രവർത്തിച്ചു എന്നുള്ള ആ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. യഥാ ആചാര്യഃ ധാന്യസമൃദ്ധം ക്ഷേത്രം അപശ്യത് തഥാ തസ്യ നേത്രേ അശ്രുണി അമുഞ്ച്യത. സഹ ശിഷ്യാൻ അഭിനന്ദ്യ തസ്മൈ പാരിതോഷികമപി ദത്വാ തതഃ അഗച്ഛത്. സഹ അദ്ദേഹം, കഹ വിദ്യാധരോ നാമ
പണ്ഡിതഃ ആചാര്യൻ ശിഷ്യാൻ അഭിനന്ദ്യ ശിഷ്യനെ അഭിനന്ദിച്ചിട്ട് തസ്മൈ പാരിതോഷികമഭിദത്വാ താൻ പാരിതോഷികങ്ങളും നൽകിയിട്ട് ദത്വാ നൽകിയിട്ട് തതഃ ഗച്ഛൻ അവിടെ നിന്നും പോയി. സഹ ശിഷ്യാൻ അഭിനന്ദ്യ തസ്മൈ പാരിതോഷികമഭിദത്വാ തതഃ ഗച്ഛൻ പാരിതോഷികവും നൽകിയിട്ട് അവിടെ നിന്ന് പോയി. ഉക്തശ്ച ശ്രമേണ ധാന്യം ച ശ്രമേണ ഭാഗ്യം ശ്രമേണ വിദ്യാശ്ച ശ്രമേണ വിത്തം ശ്രമേണ വിന്ദന്തി സുഖാനി ലോകാഃ മനുഷ്യലോകേ ഹി ശ്രമപ്രധാനം. മനുഷ്യലോകം ശ്രമപ്രധാനമാണ്. ശ്രമം കൊണ്ട് നമുക്ക് ധാന്യം കിട്ടും, ഭാഗ്യം കിട്ടും, വിദ്യ കിട്ടും, വിത്തം കിട്ടും, ധനം കിട്ടും. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ധാന്യം ലഭിക്കൂ, ഭാഗ്യം ലഭിക്കൂ, വിദ്യ കിട്ടൂ, ധനം ലഭിക്കൂ. നമുക്ക് എന്തും ലഭ്യമാകണമെങ്കിൽ, ലോകത്ത് നമുക്ക് സുഖം ലഭ്യമാകണമെങ്കിൽ ശ്രമം വേണം. ശ്രമമാണ് ആ മനുഷ്യലോകേഹി ശ്രമപ്രധാനം. മനുഷ്യലോകത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് ശ്രമിക്കുക എന്നതാണ്. പരിശ്രമിക്കുക. പരിശ്രമിച്ചാൽ എന്തും കൈക്കലാക്കാൻ കഴിയുന്ന ദീർഘങ്ങളാം 2 കൈകളെ നൽകിയാണ് ദൈവം നമ്മുടെ പാരിലേക്ക്, ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നന്നായി പരിശ്രമിക്കുക. നമുക്ക് സമ്പത്തുണ്ടാക്കണമെങ്കിൽ നമ്മൾ നന്നായി പരിശ്രമിക്കണം. നമുക്ക് ധാന്യമുണ്ടാക്കണമെങ്കിലും, നമുക്ക് വെറുതെ ഇരുന്നാൽ ഭാഗ്യം നമ്മുടെ അടുത്ത് വന്നു ചേരില്ല. നമ്മുടെ മനസ്സും ശരീരവും പരിശ്രമിച്ചാലേ ഭാഗ്യവും ധനവും വിദ്യയും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്ത് നമുക്ക് നേടണമെങ്കിലും നമുക്ക് ശ്രമം അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ എല്ലാം തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്കെന്തും നേടാൻ കഴിയൂ. കൂട്ടുകാരെ, കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ടീച്ചർ കരുതുന്നു. നിങ്ങൾ നന്നായി ഈ കഥ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ബാക്കി വർക്കുകൾ ചെയ്തിടണം.